Audio Jungle. ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ബീഫ് കറി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ നല്ലൊരു അടിപൊളി ബീഫ് കറി. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ആക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 വെല്ലുള്ളിയാണ് ഞങ്ങളെടുത്തത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി അരിഞ്ഞതും, പിന്നെ ഒരു 4-5 പച്ചമുളക് നടു കീറിയതും, പിന്നെന്താ 2 തക്കാളി, 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളിയും പട്ടയും സർവ്വസുഗന്ധി എന്ന് പറഞ്ഞൊരു ചെറിയൊരു കായുണ്ട് അതും കൂടിയും ചതച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചതും കറിവേപ്പിൻ്റെ ഇലയും. ഇത്രയാണ് നമുക്ക് അടുത്ത വേണ്ടത്. ഇനി ഇതാ നമ്മൾ അടുപ്പിലേക്ക് ഒരു കുക്കർ വെക്കുകയാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അടുപ്പത്താണോ ഉണ്ടാക്കണതെന്ന്. കാരണം ഉമ്മാക്ക് അടുപ്പത്ത് വെക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പിന്നെ സുഖം അതാണെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഉമ്മ അടുപ്പത്താണ് കറി ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉലുവ ഉണ്ട്. പിന്നെ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെല്ലുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല വാടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീഫ് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുക്കർ മൂടി വെക്കുക. എന്നിട്ട് ബീഫ് വേഗോളം വിസിലടിപ്പിക്കുക. ഇതാ നമ്മുടെ ബീഫ് കറി ഇതാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേ എൻ്റെ മോനും കൂടി ഇതിൻ്റെ ഒപ്പം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും എൻ്റെ മോൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതാ എൻ്റെ ഹസ്ബൻഡാണ് ഈ കഴിക്കുന്നത്. നല്ല മുരിങ്ങൻ്റെ ഇല ഉപ്പേരിയും നല്ല കടുമാങ്ങ അച്ചാറും ബീഫും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും ഇതേപോലെ ഈ ബീഫ് കറി ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, സെറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.